ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ മമ്മൂക്ക കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കും. സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കാം. നല്ല സിനിമ, അടിപൊളി സിനിമ, അടിപൊളി. സെക്കൻഡ് ഹാഫ് അടിപൊളി, ഒന്നും പറയാനല്ല, അടിപൊളി, സൂപ്പർ. അല്ലല്ല, ഉണ്ടോന്നല്ല, ഇത് പ്രത്യേകം നമ്മൾ വിചാരിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല സൂപ്പർ പടം, വേറെ ഒന്നും തെറ്റായിട്ടൊന്നുമില്ല, നല്ല പടമാണ്. ഒരുപാട് ഹൈപ്പൊന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ വന്ന് കയറിയതാണ്. പക്ഷേ നല്ല അടിപൊളി പടം. അത് എല്ലാവരും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആ സ്ക്വാഡിലുള്ള എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇല്ലായിരുന്നു, നല്ല പടമാണ്. പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മേക്കിംഗ് ആണ് ഭയങ്കര രസമായിട്ടുള്ളത്. പിന്നെ മമ്മൂക്ക നിറഞ്ഞു നിൽക്കുന്നു. എല്ലാവരും നല്ല പെർഫോമൻസും നല്ല സ്ക്രിപ്റ്റും നല്ല സസ്പെൻസും ഒക്കെ കീപ്പ് ചെയ്തിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഇല്ല, മമ്മൂക്ക വേറെ ലെവൽ. ചുമ്മാ ഫാൻ ബോയ് ആണ്, എന്നാലും പറയാനില്ല, പടം വേറെ ലെവൽ. അസീസ് നെടുമങ്ങാടാണെന്നുണ്ടെങ്കിൽ പുള്ളി ഈ ഒരു ഫിലിമോടുകൂടി പുള്ളി ഒരു ഇതാണ്. പുള്ളി വേറെ ലെവൽ, മാസമാണ് എന്നാൽ റിയലിസ്റ്റിക്കുമാണ്. രക്ഷയില്ലാത്ത മൂവിയാണ്. മമ്മൂട്ടി സ്റ്റണ്ടാണെങ്കിൽ ഈ പ്രായത്തിൽ പുള്ളി പൂണ്ട് വളരാണ് പുള്ളി. അതിനകത്ത് രക്ഷയില്ല പടം. ബ്രോ പുറത്താണ്. രാവിലെ ഉറക്കം ചെന്നാലും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. പടം സൂപ്പർ പടം. മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളി, പറയാതിരിക്കാൻ മതി. അടിപൊളി പടം. അടിപൊളി അടിപൊളി കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല സിനിമ, അതിമാനുഷികത്വമൊന്നും ഇല്ലാത്ത സാധാരണ ഒരു നല്ല പോലീസുകാരുടെ നല്ല സിനിമ. ഓവറായിട്ടൊന്നും തന്നെ ഇല്ല. സാധാരണ നമ്മൾ കാണുന്ന പോലീസുകാരുടെ അവസ്ഥയും യഥാർത്ഥ പോലീസുകാരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളുമുള്ള ഒട്ടും പോലും അതിശയോക്തി ഇല്ലാത്തൊരു നല്ല സിനിമ. സൂപ്പർ പടം, അടിപൊളിയായിരിക്കും, നന്നായിരിക്കും. നല്ല ഫിലിമ, ഒരു നല്ല സിനിമ. നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രത്യേക പൊളിറ്റിക്സും എല്ലാം ഇതിനകത്തുണ്ട്. കൊള്ളാം, സൂപ്പർ പടം, സൂപ്പർ പടം. സിനിമയിൽ എടുത്തു പറയാനുള്ളത് എല്ലാവരുടെയും പെർഫോമൻസ് തന്നെയാണ്. സാധാരണ പോലീസുകാർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ത്രില്ലടിപ്പിക്കുന്നതാണ്. ഒരു ട്രാവൽ സ്റ്റോറി പോലെയാണ്. സൂപ്പർ പടം. പക്ഷേ സൂപ്പർ പടം കേട്ടോ, കിടിലം പടം, നല്ല അടിപൊളിയാണ്. പെർഫോമൻസ് വൈസ് ആയിരുന്നാലും നമുക്കൊരു കാര്യമൊന്നും പറയണ്ട. അങ്ങനെ വരും തോറും കിടില അടിപൊളിയായിരിക്കുന്നു. എല്ലാ പെർഫോമൻസും അടിപൊളിയാണ്. സൂപ്പർ പടമാണ്. കണ്ടും സാധനം ഉണ്ടെങ്കിലും നമുക്ക് അതൊന്നും ഒരു ബോറടിയോ ഒന്നുമില്ല. നല്ല സ്ക്രീൻ പ്ലേ എടുത്തേക്കുന്നത് എല്ലാം ക്യാമറ ആയിരുന്നാലും എന്തായിരുന്നാലും അടിപൊളി പടം കേട്ടോ. കുഴപ്പമില്ല, നല്ല പടമാണ്. മാസമൊന്നുമല്ല, നല്ല പടമാണ്. ഫാമിലിക്ക് കാണാം. ഒരു സാധാരണ പടം, നല്ല പടം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളാം. എല്ലാവരും കൊള്ളാം. എല്ലാം പുതുമുഖമല്ല, ഇത്രയും വലിയ ക്യാരക്ടറൊന്നും അവരെടുത്തിട്ടില്ല മുമ്പ്. അത് നന്നായിരുന്നു. ഒരു പുതിയൊരു ടീമിനെ കൊണ്ടുവന്നു. സ്ഥിരം ഒരു പോലീസുകാരെ കൊണ്ടുവരാതെ മാറ്റി ഇങ്ങനെ കുറേ കൊമേഡിയരെ കൊണ്ടുവന്നപ്പോൾ നല്ല രസമുണ്ടത്.